പിതാവായ ദൈവമേ, അങ്ങേക്ക് സ്തുതി. പുത്രനായ ദൈവമേ, അവിടത്തേക്ക് ആരാധന. പരിശുദ്ധാത്മാവായ ദൈവമേ, അവിടത്തേക്ക് നന്ദി. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നവരോട് കർത്താവ് പറയുന്നത് മനസ്സിലാക്കാനും ദൈവവചനം സ്വീകരിക്കുവാനും എല്ലാ ഹൃദയങ്ങളെയും ഒരുക്കണമേ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിഷയം വേദനകളിൽ മറഞ്ഞിരിക്കുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവമുണ്ടോ? ഉണ്ട്. 1 പത്രോസ് 2:19 നാം വായിക്കുന്നു, അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ സമചിത്തതയോടെ വേദനകൾ സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹമായി മാറും. അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ, അന്യായമായി നമ്മെ പിഴുതു കളഞ്ഞവരില്ലേ? അന്യായമായി കുടുംബങ്ങളെ ഇടിച്ചു തകർത്തവരില്ലേ? പഠനത്തിൽ പരാജയപ്പെട്ടു പോയവരില്ലേ? ബിസിനസ്സുകാരെ തഴയപ്പെട്ടവരില്ലേ? നഷ്ടപ്പെട്ടു പോയ സമ്പത്ത്, നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ബന്ധങ്ങൾ, ഇതിലൊക്കെ അകപ്പെട്ടു പോയവരില്ലേ? അന്യായമായിട്ട് നിന്നെ തള്ളിപ്പറഞ്ഞവരില്ലേ? മോനെ, മോളെ, ഈ കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവത്തിന്റെ കൃപകൾ അഭിഷേകമായി ഒഴുകി വരുന്ന നീർച്ചാലുകളാണ് വേദനകൾ, തിരസ്കരണങ്ങൾ, നിന്ദനങ്ങൾ, പരാജയങ്ങൾ എന്ന് നമ്മൾ മുഴുവനും തിരിച്ചറിഞ്ഞാൽ അത് വലിയ ഒരു അഭിഷേകമായി മാറും. 2020 അത് സഹനങ്ങളുടെ ഒരു കാലഘട്ടമെന്ന്. രോഗങ്ങള്, പ്രതിസന്ധികള്, വരുമാന മാർഗങ്ങൾ മുട്ടിപ്പോയവര്, അപ്രതീക്ഷിതമായിരിക്കുന്ന ചില വേർപാടുകൾ, പ്രതിസന്ധികളുടെ കാലഘട്ടമായിരുന്നു 2020. ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പ്രതിസന്ധികളിലല്ലേ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്താൻ പഠിച്ചത്? ഈ പ്രതിസന്ധികൾ ഉണ്ടായതുകൊണ്ടല്ലേ കാൽവരിയിലെ ക്രൂശിതനിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്താൻ പഠിച്ചത്? കാൽവരിയിലേക്ക് നോക്കാൻ, ക്രൂശിതനിലേക്ക് നോക്കാൻ, നിത്യതയിലേക്ക് നോക്കാൻ ഈ കാലഘട്ടമല്ലേ നമ്മെ പഠിപ്പിച്ചെന്നത്? ജീവിതത്തിന്റെ ക്ഷണികതയും ജീവിതത്തിന്റെ നശ്വരതയും, ഏത് വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും മരണം വരാമെന്ന് നമ്മെ പഠിപ്പിച്ചു തന്നില്ലേ? നമ്മുടെ കണ്ണു തുറന്നില്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, വേദനകളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട്. സങ്കടങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട്. പരാജയങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട്. തിരസ്കരണങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവമുണ്ട്. കൂടെയുള്ളവർ വേദനിപ്പിച്ചപ്പോഴും, മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് കുറ്റക്കാരനാണ്, കുറ്റക്കാരി എന്ന് പറഞ്ഞപ്പോഴും നീ മൗനമായി സഹിച്ചില്ലേ? അന്നല്ലേ നീ ദൈവത്തെ ആദ്യമായി കണ്ടുമുട്ടിയത്? കുഞ്ഞുങ്ങളായാലും യുവജനങ്ങളായാലും അഭിഷിക്തരായാലും കന്യാസ്ത്രീകളാണെങ്കിലും കുരിശുകളിൽ നിന്ന് ഓടി അകലാനായിട്ടുള്ള ഒരു പ്രലോഭനം പിശാച് വെച്ചു കൊടുക്കുന്നതാണ്. 1 കൊരിന്ത്യർ 1:18 നാം വായിക്കുന്നു, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്, രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ശക്തിയുടെ അടയാളമാണ്, ശക്തിയുടെ അഭിഷേകത്തിന്റെ അടയാളമാണ്. വേദനകളൊക്കെ ധാരാളം വരുമ്പോൾ ക്രൂശിലേക്ക് നോക്കുക. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഇറ്റിറ്റ് വീഴുന്ന കാണാൻ സാധിക്കും. വേദനകൾ നമ്മുടെ ഹൃദയത്തെ വട്ടമിട്ട് വരയ്ക്കുമ്പോൾ ക്രൂശിതനിലേക്ക് നിന്റെ കണ്ണുകൾ ഉയർത്തുക. അവിടെ നിന്ന് എന്താ കാണിച്ചു തരുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് ആര് പ്രാർത്ഥിക്കുന്നു? നിരപരാധിയായി
നിഷ്കളങ്കനായി ലോകരക്ഷകനായ യേശു ക്രിസ്തുവാണ് പ്രാർത്ഥിക്കുന്നത്. ഇടുങ്ങിയ വാതിലിലൂടെ രക്ഷയിലൂടെ ചരിക്കുന്നവർക്കാണ്, ഇടുങ്ങിയ വാതിലിലൂടെ രക്ഷയിലേക്ക് ചരിക്കുന്നവർക്കാണ് കുരിശ് ആശ്വാസവും പ്രത്യാശയും ശക്തിയും നൽകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ധാരാളം പാവപ്പെട്ട മനുഷ്യർ. ജെറുസലേം വചനകൂടാരത്തിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുമ്പിൽ ജെറുസലേം കുരിശുണ്ട്. അവിടെ ആദ്യകാലത്ത് അച്ഛന്മാർ എല്ലാ ദിവസവും പോകുമായിരുന്നു. മണൽ വിരിച്ച സ്ഥലമാണ് അത്, വൃത്തിയാക്കാനും അടിച്ച് വൃത്തിയാക്കാനും ഒക്കെ ആയിട്ട്. ഒരു ദിവസം ചെന്നപ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച, ഒരപ്പൻ, ഒരമ്മ, ഒരു കൊച്ചുമകൻ കുരിശുമേൽ 3 എണ്ണം കെട്ടിപ്പിടിച്ച് ഇങ്ങനെ യേശുവേ യേശുവേ എന്ന് പറയുന്ന കരച്ചിലാണ് കേൾക്കുന്നത്. ഞങ്ങൾ വന്നത് അറിഞ്ഞില്ല. ഏതാനും സമയം കഴിഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ അച്ഛന്മാരായി ഞങ്ങൾ ഇങ്ങനെ നിൽക്കുകയാണ്. അവർ വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഒന്ന് ബ്ലസ് ചെയ്യണം, ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, കുറച്ച് നേരമായല്ലോ ഈ കുരിശന്മേൽ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്നത്, എന്ത് പറ്റി പോനെ എന്ന്. അപ്പോൾ പറഞ്ഞു, അച്ഛാ ഞങ്ങൾ ദരിദ്രരാണ്, എൻ്റെ കുഞ്ഞിൻ്റെ കാൽപാദം ഇങ്ങനെ വളഞ്ഞാണ് ഇരിക്കുന്നത്, ഓപ്പറേഷൻ വേണമെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഈ കുരിശിൻ്റെ തണലിൽ 3-4 ദിവസങ്ങളായി ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കാലിന് ചില വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്, അതുകൊണ്ട് ഓപ്പറേഷൻ വേണ്ട. നന്ദി പറയണ്ടേ അച്ഛാ, ഞങ്ങൾക്കതല്ലേ സാധിക്കുകയുള്ളൂ. രക്ഷയിലേക്ക് ചരിക്കുന്നവർക്ക് കുരിശ് ആശ്വാസം, പ്രത്യാശ, ശക്തി പ്രദാനം ചെയ്യുന്നത്. എൻ്റെ കണ്ണാലെ കണ്ട ഒരു സംഭവം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തതാണ്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ ഈശോയെ ക്രൂശിക്കാൻ വിട്ടുകൊടുത്തതുപോലെ ഈശോ തനിക്ക് പ്രിയപ്പെട്ടവരെ ക്രൂശിക്കാനായിട്ട് വിട്ടുകൊടുക്കും. ഈശോയ്ക്ക് അത്രയും പ്രിയപ്പെട്ടവരെയാണ് വിട്ടുകൊടുക്കുക. വൈദികരായാലും ആത്മായരായാലും സിസ്റ്റേഴ്സ് ആയാലും കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ടവരെ. നമുക്കറിയാമല്ലോ ഇന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ. കുരിശ് മരണം പോലെ ക്രൂശിക്കപ്പെട്ട അനുഭവമായി കഴിഞ്ഞുകൂടുന്നവര്. ഒരിക്കൽ ഒരു ശുശ്രൂഷൻ വന്ന് പറഞ്ഞു, അച്ഛാ ശുശ്രൂഷയിൽ വന്ന് സജീവമായി പങ്കെടുക്കാൻ തുടങ്ങിയ കാലഘട്ടം മുതൽ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇത് പിശാച് അഴിച്ചു വിടുന്നതാണ്, അത് നമ്മൾ തിരിച്ചറിയണം. ഒരുപക്ഷെ മുറുമുറുപ്പായിരിക്കാം, പള്ളിയിൽ സമയത്തിന് പോകാത്തതായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, ഒരു ശുശ്രൂഷകനെ അടിച്ചു വീഴ്ത്തണം. ഒരു അഭിഷേകം നിറഞ്ഞ പുരോഹിതനെ, ഒരു അഭിഷേകം നിറഞ്ഞ ധ്യാനമന്ദിരത്തെ, ഒരു അഭിഷേകം നിറഞ്ഞ സംവിധാനങ്ങളെ തകർക്കാൻ, ഒരു തിന്മയുടെ ശക്തി കൃപകൾ ചോർത്തിക്കളയാൻ, ഊറ്റിക്കളയാൻ പിശാച് സജ്ജമാക്കിയിട്ടുണ്ട് എന്ന് മറക്കരുത്. നീ ഉയരരുത്, നീ വളരരുത്, നീ നശിക്കണമെന്ന ചിന്തയോടെ വരുന്നവരുടെ മുമ്പിൽ ദൈവം നിന്നെ ഉയർത്തും, ദൈവം നിന്നെ വളർത്തും. അതല്ലേ വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. മൂശാ പ്രവാചകൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ആൺകുട്ടികൾ ആരും വളരരുത്, കൊന്നുകളയണം. ആ കാലഘട്ടത്തിലാണ് കൽപ്പന പുറപ്പെടുവിച്ച ഫറവോന്റെ മുമ്പിൽ നിന്നാണ് ഈ കൊച്ചു മൂശ വളർന്നത്. ഫറവോന്റെ സംരക്ഷണത്തിലാണ് ഈ ചെറിയ മൂശ വളർന്നു വന്നത്. ഫറവോന്റെ വീട്ടിലെ ഭക്ഷണം കഴിച്ചിട്ടാണ് ഈ മൂശ വളർന്നു വന്നത്. ഇപ്പൊ എന്തായി? എന്റെ പ്രിയപ്പെട്ടവരെ, നീ ഉയരരുത്, നീ വളരരുത്, നിന്റെ സ്ഥാപനം നശിക്കണം എന്ന ചിന്തയോടെ ആരെങ്കിലും നിനക്കെതിരായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് നിർബന്ധമുണ്ട് അവരുടെ മുമ്പിൽ നിന്നെ ഉയർത്തി പിടിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട്, ദൈവം കൂടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഈ പ്രയാസങ്ങൾ വരുന്നു അച്ഛാ? എല്ലാ ദിവസവും ദൈവാലയത്തിൽ പോയിട്ടും
ദാനധർമ്മങ്ങൾ നൽകിയിട്ടും എന്തുകൊണ്ട് അച്ഛാ ഈ സഹനങ്ങൾ, ഈ വേദനകൾ ഞങ്ങൾക്കുണ്ടാകുന്നു? പലരും ചോദിക്കാറുണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, ഗലീലി കടലിലൂടെ സ്ത്രീകന്മാരും യേശുവും കടന്നു പോകുമ്പോൾ ആ ഗലീലി കടലിൽ യാത്ര ചെയ്യുന്ന ആ വള്ളത്തിനകത്ത് യേശു ഉണ്ടായിരുന്നു. അവിടെ കൊടുങ്കാറ്റുണ്ടായില്ലേ? യേശു സഞ്ചരിച്ച വള്ളത്തിലും കൊടുങ്കാറ്റുണ്ടായി, പ്രശ്നങ്ങൾ ഉണ്ടായി. എങ്കിലും സുരക്ഷിതമായി ആ വള്ളത്തെ കർത്താവ് നയിച്ചില്ലേ? ആ ശിഷ്യന്മാർ ദൈവത്തിൽ ആശ്രയം വെച്ചില്ലേ? മൂശയുടെ കൂടെ എപ്പോഴും ദൈവമുണ്ടായിരുന്നു. എന്നിട്ടും മൂശയുടെ വിക്ക് മാറിയില്ലല്ലോ. ക്ലേശത്തിലൂടെ മൂശ കടന്നുപോയി. മാത്രമല്ല, ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ നാട്ടിലേക്ക് കാലുകുത്താൻ പോലും ദൈവം അനുവദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടി മൂശ ഒരുങ്ങിയുവോ, എന്തിനു വേണ്ടി കഷ്ടപ്പെട്ടുവോ, അത് കിട്ടാതെ വരുമ്പോൾ മൂശയ്ക്ക് സങ്കടമുണ്ടാകില്ലേ? ദൈവം മൂശയുടെ കൂടെ ഉണ്ടായിട്ടും വേദനകൾ ഉണ്ടായില്ലേ? പൂർവ്വ യൗസേപ്പിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. എന്നിട്ടോ ജോസഫിന്റെ വീട്ടിൽ നിന്ന്, സഹോദരന്മാരിൽ നിന്ന് തിരസ്കൃതനായില്ലേ? പൊട്ടക്കിണറ്റിൽ വലിച്ചെറിയപ്പെട്ടില്ലേ? അടിമയായി വിൽക്കപ്പെട്ടില്ലേ? ചെയ്യാത്ത തെറ്റിന് ജയിലിൽ അടയ്ക്കപ്പെട്ടില്ലേ? ഏറെ സഹിക്കേണ്ടി വന്നില്ലേ? അങ്ങനെയുള്ള അനുഭവമുള്ളവരൊക്കെ, കുടുംബത്തിൽ നിന്നും സഹോദരന്മാരിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉള്ളവര് കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ജോബിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നില്ലേ? ജോബിനെ കുറിച്ച് പറയുന്നത്, തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തിയോടെ ജീവിക്കുന്ന നിഷ്കളങ്കനായ മനുഷ്യൻ. തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തിയിൽ നിഷ്കളങ്കനായി ജീവിക്കുന്ന മനുഷ്യൻ. എന്തുണ്ടായി? തൻ്റെ പ്രിയപ്പെട്ട മക്കളും പുത്രിമാരും കന്നുകാലികളും എല്ലാം നഷ്ടപ്പെട്ടു പോയില്ലേ? എന്നിട്ടും നീതിമാനായ ജോബിന് എന്തെങ്കിലും സങ്കടമുണ്ടായോ? ജോബ് പറയുന്നത് കേൾക്കുന്നില്ലേ? കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ജോബിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു. വിശുദ്ധ പൗലോസിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നില്ലേ? ഉണ്ട്. എന്നിട്ടും ഒത്തിരിയേറെ വേദനയിലൂടെ അല്ലേ പൗലോസ്ലീഹ മുന്നോട്ട് പോയത്? വളരെയധികം കാരാഗ്രഹവാസം, എണ്ണമറ്റ പ്രഹരം, മരണകരമായ അപകടങ്ങൾ, 40 അടികൾ വീതം 5 പ്രാവശ്യം കല്ലെറിയപ്പെട്ടു. രാത്രിയും പകലും കടലിലൂടെ ഒഴുകി നടന്നു. സ്വന്തക്കാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും വ്യാജമായിരിക്കുന്ന വാക്കുകൾ കേൾക്കാനിടയായി. അപകടങ്ങളുണ്ടായി. വിശന്നും ദാഹിച്ചും നഗ്നനായും മരണം പോലും, ജീവിതം പോലും അപകടത്തിലായി എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായി. അവസാനം തൻ്റെ തലവെട്ടി ജീവിതം ഇത് രക്തസാക്ഷിയായി പൗലോസ്ലീഹ മരിക്കുന്നു. ദൈവം കൂടെ ഉണ്ടായില്ലേ? ഉണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ സാന്നിധ്യം പൗലോസ്ലീഹ വ്യക്തമായി അനുഭവിച്ചിരുന്നു. വീണ്ടും നമ്മൾ കാണുന്നു, ദൈവം നമ്മോട് ഓരോരുത്തരോടും, ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഓരോരുത്തരോടും പറയുന്നുണ്ട്, ദൈവം അറിയാതെ ദൈവത്തിൻ്റെ ഒരു പൈതലിന് ഒന്നും സംഭവിക്കുകയില്ല. ദൈവം പച്ചക്കൊടി കാണിക്കാതെ, അനുമതി കൊടുക്കാതെ ഒരു കുടുംബത്തിലും, ഒരു സഭയ്ക്കും, ഒരു സമൂഹത്തിനും ഒരു ചുക്കും സംഭവിക്കുകയില്ല. ഇത് നമ്മൾ വിശ്വസിക്കണം. ഇത് നമ്മൾ വിശ്വസിക്കണം. എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമേ ദൈവം പ്രവർത്തിക്കൂ എന്ന് നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിൽ നിന്ന് നന്മ മാത്രമേ കടന്നു വരൂ എന്ന് ഓരോ ക്രിസ്ത്യാനിയും വിശ്വസിക്കണം. ദൈവത്തിൽ നിന്ന് സ്നേഹം മാത്രമേ കടന്നു വരൂ. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട് നമ്മുടെ ഇഷ്ടങ്ങൾ ചേർത്ത് വയ്ക്കാൻ പഠിക്കണം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തോടല്ല,
ദൈവത്തിൻ്റെ ഇഷ്ടത്തോട് നമ്മുടെ ഇഷ്ടങ്ങൾ ചേർത്ത് വയ്ക്കാൻ പഠിക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് ഒഴുകുന്ന സ്നേഹവും ദൈവം നമ്മിലേക്ക് ഒഴുകുന്ന നന്മയും ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, സ്വന്തം ജീവിതത്തിലെ തെറ്റുകൾ മൂലമായിട്ട് വരുത്തി വയ്ക്കുന്ന കുറേ വേദനകളുണ്ട്. അവ ദൈവീകമല്ലെങ്കിലും ആ തെറ്റുകളെ ഓർത്ത്, നമ്മുടെ ജീവിതകാലത്ത് വന്നു ഭരിക്കുന്ന ആ തെറ്റുകളെ ഓർത്ത് അനുതപിച്ച് പശ്ചാത്തപിച്ച് പ്രാർത്ഥിച്ചാൽ നിന്നെ വിശുദ്ധീകരിക്കും കർത്താവ്. തിന്മയെന്ന് പോലും നന്മ വിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും. കുരിശിലെ നല്ല കള്ളൻ അനുതാപത്തിലൂടെ വേദന കൊണ്ട് സ്വർഗത്തെ സ്വന്തമാക്കിയവനാണെന്ന് ഞാൻ കരുതുകയാണ്. ദൈവം നമുക്ക് അനുവദിക്കുന്ന വേദനകൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. പ്രിയപ്പെട്ട അമ്മച്ചി, പ്രിയപ്പെട്ട അപ്പച്ച, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ സഭയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് ദൈവം അനുവദിക്കുന്ന വേദനകൾക്ക് ഒരു പ്രത്യേകമായ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശവും ആ ലക്ഷ്യവും പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ വേദനകളെ ദൈവം പിൻവലിക്കും. വേദനകളെ ദൈവം പിൻവലിക്കും. ആവശ്യമില്ലാതെ ഒരു കുഞ്ഞു പോലും വേദനിക്കാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം അനുവദിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നമുക്ക് താങ്ങാവുന്നതിലധികം ഒരു വേദനയും ദൈവം നമുക്ക് തരികയില്ല. ഞാനത് വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിന് സഹിക്കാൻ പറ്റുന്നതിൽ കവിഞ്ഞ ഒരു വേദന ദൈവം നമുക്ക് തരികയില്ല. എനിക്ക് പ്രയോജനമാണെന്നും എൻ്റെ ആത്മരക്ഷയ്ക്ക് ആവശ്യമാണെന്നും കരുതിക്കൊണ്ടാണ് ചെറുതോ വലുതോ ആയ സഹനങ്ങൾ, വേദനകൾ ദൈവം നമുക്ക് തരുന്നത്. വേദനയിൽ നുറുങ്ങിയ, വേദനിച്ച് പൊട്ടിക്കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സങ്കീർത്തനം 34:18 വായിക്കണം. അവിടെ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയം കീറുന്നത് പോലെ, ഹൃദയം നുറുങ്ങുന്നത് പോലെ വേദനിക്കുന്നവരോട് കർത്താവ് പറയുന്നു, കുഞ്ഞേ, സഹോദര, ശുശ്രൂഷക, പ്രിയപ്പെട്ട അച്ഛ, പ്രിയപ്പെട്ട കന്യാസ്ത്രീയെ, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ഹൃദയത്തിൽ അനുഗ്രഹം മാത്രം തരുവാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മോട് അടുത്തിരിക്കുന്നത്. എന്തുമാത്രം നമ്മൾ വേദനിക്കുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ദൈവത്തോട് അടുത്താണ് വ്യാപരിക്കുന്നത്. നമ്മൾ കാണാറില്ലേ, മുന്തിരിച്ചെടിയോട് ശിഖരങ്ങൾ ചേർന്നിരിക്കുന്നത് പോലെ നമ്മളും യേശുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്നിരുന്നാൽ അനേകം ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കും. വേദനകളിലൂടെയുള്ള ഒരു വിശുദ്ധീകരണം ദൈവം നമുക്ക് തരും. ഓരോ വേദനയുടെ ഉള്ളിലും ഒളിച്ചു വെച്ചിരിക്കുന്ന രത്നക്കല്ലുകൾ, ഓരോ വേദനകളും മറഞ്ഞിരിക്കുന്ന, ഒളിഞ്ഞിരിക്കുന്ന അനുഗ്രഹത്തെ സൂക്ഷ്മതയോടെ, ഉൾക്കണ്ണോടെ നോക്കിക്കാണാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. വേദനകൾ ആര് തന്നാലും, ഭാര്യയോ ഭർത്താവോ മക്കളോ അധികാരികളോ ആര് തന്നാലും, എവിടെ നിന്ന് വന്നാലും യേശുവിൻ്റെ പീഡാസഹനങ്ങളോട് ചേർന്ന് നിന്ന് സ്വീകരിക്കുക, സഹിക്കുക. പരാതിപ്പെടാൻ പോകേണ്ട, പരിഭവങ്ങൾ ഉണ്ടാകേണ്ട. സഹനങ്ങൾ ശക്തമായ സ്വർഗീയമായ ആയുധമാണെന്ന് നിന്റെ ഹൃദയത്തിൽ നീ എഴുതി വെക്കണം. പ്രിയപ്പെട്ടവരെ, സഹനങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കും, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കും. സഹനങ്ങൾ നമ്മെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കും. സഹനങ്ങൾ നമ്മുടെ ശുദ്ധീകരണത്തിൻ്റെ നാളുകൾ, ശുദ്ധീകരണ അഗ്നി ഇല്ലാതാക്കി തീർക്കും. സഹനങ്ങൾ നമ്മെ പൂർണ്ണതയിലേക്ക് നയിക്കും. സഹനങ്ങൾ നമ്മെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കും. സഹനങ്ങളല്ലേ സൃഷ്ടവസ്തുക്കളിൽ നിന്നും
സൃഷ്ടികളിൽ നിന്നും കണ്ണ് പറിച്ചെടുത്ത് സൃഷ്ടാവിലേക്കും സർവശക്തനിലേക്കും കണ്ണു തിരിക്കാൻ പഠിപ്പിച്ചത്? സഹനങ്ങളല്ലേ യേശുവിൻ്റെ ശിഷ്യനായി തീരുവാൻ നിനക്ക് ശക്തി നൽകിയത്? പൗലോസ്ലീഹ തീമോഥെയോസിന് എഴുതിയ ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പീഡിപ്പിക്കപ്പെടും. ഇത് നിന്റെ ഹൃദയത്തിൽ എഴുതി വയ്ക്കണം. പീഡകൾ വരുമ്പോൾ, സഹനങ്ങൾ വരുമ്പോൾ വിശുദ്ധ ജീവിതം നയിക്കുന്നത് കൊണ്ടാണ്. നിന്റെ ഹൃദയത്തിൽ മറഞ്ഞിരിക്കുന്ന ആ വേദന, മറഞ്ഞിരിക്കുന്ന സഹനത്തിൻ്റെ വിശിഷ്ടമായ ഭാവങ്ങളെ കണ്ടെടുക്കാൻ നമ്മുടെ ആന്തരികമായ കണ്ണുകൾ തുറക്കണം. സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പ പത്രോസ്ലീഹ എഴുതി വച്ചിരിക്കുകയാണ്, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതെന്ന് ദൈവഹിതമെങ്കിൽ അതാണ് മക്കളെ തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത്. നന്മ പ്രവർത്തിച്ചിട്ട് നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സ്ഥാപനത്തിനും കഷ്ടതയാണ് അനുഭവിക്കാൻ ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠകരമായത്. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങൾക്ക് അർപ്പണം ചെയ്യാം. നമുക്ക് വേണ്ടി പീഡ സഹിച്ച് കുരിശിലേറി മരിച്ച് തൻ്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ഈ കഷ്ടതകളിൽ തകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കഷ്ടതകളിൽ സ്വർഗത്തിലേക്ക് കണ്ണുയർത്താൻ വേണ്ടിയിട്ടാണ്. ഈ കഷ്ടതകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. പൗലോസും ശീലാസും സുവിശേഷം പങ്കുവെച്ചെന്നതിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ടുപോയി നല്ല പോട് കൊടുത്ത് അന്ന് രാത്രിയിൽ കാരാഗ്രഹത്തിൻ്റെ മുറിയിൽ അടച്ചുപൂട്ടി പാറാവുകാരനെ കാവൽ നിർത്തിയിട്ട് അവർ പോയി. അവർ എന്താ ചെയ്തത്? രാത്രികാലത്ത് പൗലോസ് വിളിച്ചു, ശീലാസേ നമുക്ക് പ്രാർത്ഥിക്കാം. അവർ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ആ സഹനത്തിൻ നടുവിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ വാതിൽ തുറന്നു, ചങ്ങലകൾ അഴിഞ്ഞു വീണു. അവരെല്ലാവരും ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. ദൈവമേ, ഈ ശുശ്രൂഷയിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും സഹനങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തെ, വേദനയിൽ മറഞ്ഞിരിക്കുന്ന സ്വർഗീയ പ്രകാശത്തെ കണ്ടുമുട്ടുവാനും തങ്ങളുടെ ജീവിതത്തെ ഉപരി നന്മയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുവാനും യേശുവിൻ്റെ സജീവ സാക്ഷികളായി പ്രേക്ഷിതരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. ആമേൻ.